എങ്ങും വിടർന്നു നിൽക്കുന്ന വിവിധ ഇനം പൂക്കൾ, ചുറ്റും നൃത്തം ചെയ്യുന്ന ശലഭങ്ങൾ, പഴുത്ത് പാകമായ പഴങ്ങൾ, ആകാശത്ത് ചിത്രം വരക്കുന്ന പറവകൾ, കഥ പറഞ്ഞൊഴുകുന്ന അരുവികൾ, പാതയോരങ്ങളിൽ കളിച്ചുല്ലസിക്കുന്ന ബാല്യങ്ങൾ. സന്തോഷകരമായിരുന്നു ആ നാളുകൾ. ഭൗതിക സുഖങ്ങളിൽ പക്ഷേ ജനങ്ങൾ മതിമറന്നു. അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ അവർ പതിയെ മറന്നുകളഞ്ഞു. അവർ കല്ലുകളിലും മരങ്ങളിലും മനോഹരമായ ശില്പങ്ങൾ പണിതു. പിന്നീട് അവയെ ആരാധിക്കാൻ തുടങ്ങി. മരങ്ങളും കല്ലുകളും മനുഷ്യരെ തന്നെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ അവർ ഉപേക്ഷിച്ചു. അശരണരെയും പാവപ്പെട്ടവരെയും പരിഗണിച്ചതേയില്ല. പെൺകുട്ടികളെ കാണുന്നത് പോലും അവർക്ക് വെറുപ്പായിരുന്നു. വൃദ്ധരും രോഗികളും അവഗണിക്കപ്പെട്ടവരായി. നാട്ടിലാകെ അരാജകത്വം അരങ്ങുവാണു. ദൈവിക കൽപ്പനകൾ തൃണവൽക്കരിക്കപ്പെട്ടു. കാരുണ്യവും ആർദ്രതയുമില്ലാത്ത സമൂഹമായി മാറി അവർ. ആ ഇരുട്ടിലും നന്മയുടെ കെടാവെളുക്കുകളായി ചിലർ പ്രകാശം പരത്തി. ആധാർമികതയുടെ ഊഷരതയിൽ നിന്ന് ധാർമ്മികതയുടെ ഉർവരയിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഒരു പ്രവാചകനെ അവർ കാത്തിരുന്നു. പ്രതീക്ഷയുടെ ആകാശത്ത് ആ പ്രകാശപ്പൊട്ട് ഉദിച്ചുയരുമെന്ന് അവർക്ക് നിശ്ചയമുണ്ടായിരുന്നു.